السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. إن شاء الله ഇന്ന് നമ്മൾ പഠിക്കാൻ വന്നത് സൂറത്തുൽ കഹ്ഫിലെ 11-12 ആയത്തുകളാണ്. അതിൻ്റെ തജ്വീദ് നിയമങ്ങളും എക്സ്പ്ലനേഷനും ഇൻഷാ അല്ലാഹ് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. أعوذ بالله من الشيطان الرجيم. فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവാക്കളെ പറ്റിയിട്ട്. അവർ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് ഓടി അവരവിടെ ഒളിക്കായിരുന്നു. സ്ഥാനത്തും മാനത്തൊക്കെ ഉണ്ടായ വലിയ പദവിയിലുള്ള കുട്ടികളായിരുന്നു ആ യുവാക്കൾ. അവരെന്തായിരുന്നു ചെയ്തിരുന്നത്? അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ട് ഗുഹയിൽ, അവിടെ സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടൊന്നുമില്ല, നേരെ മറിച്ച് അവരുടെ ഈമാനാണ് ആ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അവർ അവിടെ ആ സിറ്റുവേഷൻ, ആ ഭാഗത്തു നിന്നുണ്ടായ ആ ദുൽമിൽ നിന്നും അവർക്ക് അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർ ഓടി ഈ പറഞ്ഞ ഗുഹയിലേക്ക് ഒളിക്കുന്നുണ്ടായി. അങ്ങനെ ഒളിച്ചതിന് ശേഷം ഇവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. അള്ളാഹു റബ്ബേ, നീ നമ്മളെ സഹായിക്കണേ, നമുക്ക് കാരുണ്യത്തിൽ റബ്ബേ നീ പൊതിയണേ, നിൻ്റെ സഹായം അള്ളാഹുവെ നീ നൽകണമേ. അതേപോലെ നിൻ്റെ സൗകര്യം കൊണ്ട് ഞങ്ങളുടെ കാര്യം നേരാവണ്ണം നിർവഹിക്കുവാനുള്ള സൗകര്യം നീ ഒരുക്കി തരണേ എന്നുള്ള രീതിയിൽ അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അള്ളാഹു പിന്നീട് അവരെ ഉറക്കുന്നത്. ഇവിടെ തുടങ്ങുന്ന വാക്ക് തന്നെ ഫദറബ്ന. ദർബ് എന്ന് പറയുന്ന ആ അക്ഷരം അല്ലെങ്കിൽ ആ വാക്ക്, ആ കലിമ, അതിന് ഒരുപാട് മീനിങ് ഉണ്ട് അറബിയിൽ. ദർബ്, ഫദർബ് റിഖാബ്, വേറെടുത്ത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും ദറബല്ലാഹു മസല, ഫദ്റുബ് ലഹും തരീഖൻ ഫിൽ ബഹ്രി യബസ എന്ന് പറഞ്ഞാൽ കുറേ ദറബ് എന്നുള്ള ആ ദറബ എന്നുള്ള വേർഡ് ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നു. പക്ഷെ പലതും പല മീനിങ്ങാണ്, പലയിടത്തും പല അർത്ഥം എന്നുള്ളത്. ഇവിടെ വരുന്നത് ഫദറബ്ന. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനൽ മലിക്, അള്ളാഹു ഒരുവൻ മാത്രമാണ്, അള്ളാഹുവാണ് നമ്മളെ ഇലാഹ് എന്നുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയ നമ്മൾ ഓരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒരു വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ റബ്ബ്, നമ്മളേറ്റവും നല്ല റബ്ബ്, നമ്മളെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്, എന്താണ് ഒരു മനുഷ്യനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ എന്താണ് എന്ന് കൃത്യമായിരുന്നത് നമ്മൾ റബ്ബിന് മാത്രമാണ്. വേറെ ആർക്കും അറിയില്ല നമ്മളെന്താണ്. അതെല്ലാം ഒരു ചെറിയൊരു സംഭവം. ഇത് റഹ്മാൻ റഹീമായ റബ്ബ് ഈ യുവാക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത് എന്താ? അവർ ഉറക്കുകയാണ്. പക്ഷെ സാധാരണ ഉറക്കല്ല. അതാണ് ഇവിടെ ഉണ്ടാകുന്ന ഈ വാക്ക് ഇതിൽ നിന്നുള്ള ആ ഇത് ശരിക്കും ഡീപ്പ് മീനിങ് ആയത്. കേൾക്കാൻ അവരെ ഉറക്കിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് നമുക്ക് മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ വരുന്നത്. പക്ഷേ അറബിയിൽ ശരിക്കും ഈ വാക്ക് ഇതിനു മുന്നേ ഖുർആനിന് മുമ്പ് ഈ വാക്ക് അറബികളെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ഈ ഫദറബ്ന അല അദാനിഹിം എന്നുള്ള ശരിക്കും ഒരു ദർബ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വടി കൊണ്ട് അടിക്കുന്നതിന് ദർബ് എന്ന് പറയും. നമ്മൾ അടിക്കുന്നതിനും ദർബ് എന്ന് പറയും. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാ സെൻസസും ഉപയോഗിക്കായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക്
പിന്നെ പിന്നെ അവൈക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും. ഒന്നും നമുക്ക് ടേസ്റ്റിംഗ് ആകട്ടെ, നമ്മൾ പിന്നെ ഒന്നും നമുക്ക് ഒന്നും അറിയില്ല. നേരെ മറിച്ച് ചെവി, കേൾവി അത് എപ്പോഴും എന്തായിരിക്കും, ഉണർന്നിരിക്കുന്നതായിരിക്കും. ഇത് ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ പ്രസവിച്ച പാടുള്ള കുഞ്ഞിനെ നമുക്ക് കുഞ്ഞ് ഉറങ്ങുന്നതായിരിക്കും. പക്ഷേ എങ്ങാനും വാതിലടക്കേ ആരെങ്കിലും ഒന്ന് വെച്ചെടുക്കേ ചെയ്യുന്ന സമയത്ത് കുട്ടി ഉടനെ ഉണർന്ന് കിടക്കുന്നതാണ്, ഉടനെ കരയുന്നതാണ്. കാരണം കുഞ്ഞിൻ്റെ ചെവി, കേൾവി എന്താണ്, അത് ഉറങ്ങുന്നില്ല. അപ്പോൾ എല്ലാ മനുഷ്യർക്കുമുള്ള ഒരിതാണ്, ഉറങ്ങുന്ന സമയം എന്തൊരൊച്ച കേട്ടാലും ഒച്ചക്കല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. കാരണം ഒച്ചാക്കുമ്പോൾ ഉറങ്ങുന്ന ആൾ ഉടനെ എണീക്കും. അതല്ലാണ്ട് വേറെ എന്ത് ഒരാൾ സ്പ്രേ അടിച്ചാലും വേറെ എന്ത് സംഭവിച്ചാലും വേറെ ഒരാൾ ഇവൻ ചില സമയത്ത് പിന്നെന്താന്ന് എന്ത് ഒച്ച ഒഴിച്ച് ബാക്കി എന്ത് ചുറ്റുവട്ടത്തുനിന്ന് പിന്നെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി നല്ല മണം അടിക്കുന്നുണ്ടെങ്കിലും ഈ ഉറങ്ങുന്ന ആൾ ഇതൊന്നും അറിയില്ല. ഈ അങ്ങനത്തെ സെൻസസ് ഒക്കെ എന്തായിരിക്കും ഉറക്കിലുണ്ടാവുക. ഈ പിന്നെ ചെവിൻ്റെ കേൾവി ഒഴികെ. സുബ്ഹാനൽ മലിക്. ഈ കുട്ടികൾക്ക്, ഈ യുവാക്കൾക്ക് അള്ളാഹു എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ കേൾവിൻ്റെ മുകളിൽ അവർ അള്ളാഹു പിന്നെ നന്നായി എന്ന് വെച്ചാൽ അങ്ങനെ അവരെ അമർത്തി ഉറക്കിയെന്ന് പറയില്ല, നമ്മൾ അമർത്തി ഉറക്കി. ആ കേൾവിൻ്റെ മുകളിൽ ശരിക്കും ശരിയായ പിന്നെ അതിൻ്റെ മുകളിൽ അടിച്ച് ഉറക്കി എന്ന് പറയുന്ന രീതിയിലാണ് അള്ളാഹു ചെയ്തത്. കാരണം ഒരു കാര്യം കേൾക്കാത്ത രീതിയിൽ ഒന്നും, രാവിലെ ആകുന്നതും ഇവരറിയുന്നില്ല, രാത്രിയാണെന്നൊന്നും അറിയുന്നില്ല, ഒരു ഒച്ചയോ ഒരു കാര്യമോ ഒരു ചുറ്റുപാട് എന്താ നടക്കുന്നതെന്നോ ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങേയറ്റത്തെ ഡീപ്പായിട്ടുള്ള ഉറക്കിൽ അള്ളാഹു ഇവരെ ഉറക്കിയെന്ന്. സുബ്ഹാനൽ മലിക്, സുബ്ഹാനൽ മലിക്. അള്ളാഹു ഇത്ര അദീമാണ്. കാരണം നമുക്ക് പിന്നെ ഒന്നുമല്ല, ഇവർ കുട്ടികൾ, ഈ യുവാക്കൾ, അവർ അള്ളാഹുവിനോട് ആഗ്രഹിച്ചവരും അള്ളാഹു ഒരുവൻ മാത്രമുണ്ട്, നമ്മളെ രക്ഷപ്പെടുത്തണേ, നിന്നിൽ നിന്ന് നമ്മളെ എവിടത്തേക്കും കൊണ്ടുപോലെ ഒരു ബിമാരഥത്തിനും ഒന്നിനെയും നമുക്കിതിനൊന്നും നമുക്ക് ആഗ്രഹമില്ല. അള്ളാഹ് നമ്മൾ നിന്നിൽ തന്നെ പിടിച്ച് നിർത്തണേ, നീ അതിനുള്ള വഴിയും നീ അതിനുള്ള സഹായം ഒരുക്കി തരണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അള്ളാഹു ഇവർക്ക് ഈ ഉറക്ക്, ഈ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഉറക്ക് കൊടുക്കുന്നത്. ചെവിക്ക് ഉണ്ടായ ചെവിൻ്റെ കേൾവിൻ്റെ ഇതുപോലും അള്ളാഹു മൊത്തമായി കേൾക്കാത്ത രീതിയിൽ അള്ളാഹു ഇവരെ ഉറക്കി കിടത്തേ. അതും സിനീനാദത, അതും ഈ കുറച്ച് കാലമല്ല, 300 കൊല്ലമാണ് ഇവർ അള്ളാഹു ഉറക്കുന്നത്. എന്നിട്ട് പിന്നീട് അള്ളാഹു എന്ത് ചെയ്യുന്നു, സുമ്മ ബാസ്നാഹും. ഓരോ വാക്കും സുബ്ഹാനൽ മലിക്. നമുക്ക് ഇവിടെ ശരിക്കും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വാക്കുകളാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഓരോ വാക്കെടുത്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, അത്രയും ഡീപ്പർ മീനിങ് ആണ്. സുമ്മ ബാസ്നാഹും, പിന്നീട് അവരെ അള്ളാഹു എഴുന്നേൽപ്പിച്ചു എന്നാണ് ഇവിടെ വരുന്നത്. പക്ഷെ ആ ബാസ എന്നുള്ള വാക്കിൻ്റെ മീനിങ്ങിൽ നമുക്ക് രണ്ടാമത് ഉറക്കത്തിൽ നിന്ന് ഉറക്ക് എന്ന് പറയുന്ന സംഭവം ഒരു മരണമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്തും എണീക്കുന്ന ടൈമും ചെല്ലുന്ന എന്താണ് പിന്നെ അദ്കാറുകളിൽ എന്താണ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന. അൽഹംദുലില്ലാ, അല്ലാഹുവേ അൽഹംദുലില്ലാ, നിനക്ക് ദാ സ്തുതി റബ്ബേ. അഹ്യാന, നീ ദാ നമ്മളെ രണ്ടാമത് എണീപ്പിച്ചു. എവിടുന്ന്? പിന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നീ നമ്മളെ എണീപ്പിച്ചു. ബഅദമാ അമാതന, നീ നമ്മളെ മരിപ്പിച്ചിട്ടുണ്ടായിന് ഇത്തിരി നേരം. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോരാളും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഇതുപോലെ തന്നെ പിന്നെ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ എന്ന് പറഞ്ഞിട്ട് എന്താ മരിക്കാൻ പോകുന്നു, പിന്നീട് ഞാൻ എന്താ പിന്നെ വീണ്ടും ജീവനിലേക്ക് ഇതാ വരുന്നു. അപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഉറക്കെന്ന് പറഞ്ഞത് മരണമാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുമുണ്ട്, അവർ ഉറങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ രണ്ടാമത് ജീവനിലേക്ക് തിരിച്ചു വരാതെ അതേ ഉറക്കിൽ തന്നെ മരിച്ചു പോകുന്ന പല അവസ്ഥകളുണ്ട്. അപ്പോൾ നമ്മളെ ഓരോ അദ്കാറിൻ്റെയും മീനിങ്ങും ഇതേപോലെ നമ്മൾ പിന്നെന്താന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇതാ നമ്മൾ മരിക്കാൻ പോകുന്നുള്ള രീതിയിലാണ് നമ്മൾ അദ്കാറുകൾ, അതിൻ്റെ മീനിങ്ങും അതേ അവസ്ഥയിൽ തന്നെ ഉള്ളത്. സുബ്ഹാനൽ മലിക്. നമ്മളത് ശരിക്കും ഡീപ്പായി ചിന്തിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്.
എല്ലാം നമ്മളെ റൂഹ് റൂഹ് പിടിച്ച് തിരിച്ച് പിന്നീട് റബ്ബ് നമുക്ക് റൂഹ് എപ്പോഴിട്ടിരുന്ന് തിരിച്ച് നമ്മൾ പിന്നെ എണീക്കുന്ന ടൈമാണ് ആ റൂഹ് ഇട്ടിരുന്നത്. അതും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇട്ടിരുന്നത്. പിന്നെ അതേപോലെ അൽഹംദുലില്ലാഹി അല്ലദി ആഫാനി, അതേപോലെ അള്ളാഹുവെ നീ നമുക്ക് തിരിച്ച് ഈ ആഫിയത്ത് നൽകി എന്ന് പറയുന്ന ഒരുപാട് അദ്കാർ, ഇപ്പോൾ അദ്കാർ പറയാൻ തന്നെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് അദ്കാർ ഉറങ്ങുന്ന സമയത്തും എണീക്കുന്ന ടൈമൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനോട് തിരിച്ച് നമ്മൾ ഈ ജീവനിലേക്ക് കൊണ്ടുവന്നെന്നുള്ളതിലാണ് നമ്മൾ ഇതാക്കുന്നത്. ഇവിടെ അതേ വാക്കാണ് ഇവിടെ വരുന്നത്. സുമ്മ ബഅസ്നാഹും, അവരെ തിരിച്ചെന്ത് കൊണ്ടുവന്നു? അവരെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സെക്ഷനിൽ നമുക്ക് പിന്നെ തഫ്സീറിൽ കാണാം, ഇത് ഒരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു കൊടുത്തത് ആ സമയത്ത് ഉണ്ടായ മുശ്രിക്കീങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശ്വസിക്കാത്തവർക്ക് ദൃഷ്ടാന്തമായിട്ട് ഇങ്ങനെ അള്ളാഹു ഉറക്കിക്കിടത്തി 300 കാലകൊല്ലം ഉറക്കിക്കിടത്തിയതിന് ശേഷം അള്ളാഹു എണീപ്പിക്കും. അപ്പം രണ്ടാമത് പുനർജന്മം എന്തുണ്ട്, അള്ളാഹ്ക്ക് ഒരു ബുദ്ധിമുട്ടുമല്ല എന്ന് അറിയിക്കാനും കൂടിയുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു ഇതുപോലെ ഈ യുവാക്കളെ ഉറക്കിക്കിടത്തിയത്. അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതുമായിട്ട് നമുക്ക് തഫ്സീറിൽ കാണാം. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ യുവാക്കളുടെ തേട്ടം, ഹൃദയം കൊണ്ടുള്ള പിന്നെ എന്താ പറയുക ദൃഢത. അപ്പോൾ നമുക്കതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠവും നമുക്കൊരു മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു ഇതെന്ന് അള്ളാഹു ഒരുവൻ, അള്ളാഹ്ക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടുമല്ല. നമുക്ക് എന്ത് ആവശ്യമുണ്ട്, എന്ത് ആഗ്രഹമുണ്ട്, നമുക്ക് എന്ത് വേണം, റഹ്മാനിനോട് നമുക്ക് ചോദിക്കുന്നതിൽ ഒരു മടിയും വേണ്ട. അള്ളാഹു തരാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സിൻസിയറിറ്റിയോടും കൂടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇഖ്ലാസോടും കൂടി നമ്മളെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ വെക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക, കേണപേക്ഷിച്ച് നമ്മളല്ലാണ്ട് അള്ളാഹുവിനോട് അള്ളാഹു ഏറ്റവും വലിയ അളീമായി നമ്മളെ ഗ്രേറ്റായ നമ്മളെ റബ്ബാന്നുള്ള ആ ഒരു ഹൃദയത്തിൽ നമുക്ക് എപ്പോഴും അറിയണം. എപ്പോഴും നമ്മളെപ്പോഴും റബ്ബിനെ എപ്പോഴും അത്രയും പിന്നെ ഇതായിട്ട് തന്നെ വെക്കണം, ചെറുതാക്കി കാണരുത്. അള്ളാഹു ഏറ്റവും നല്ലതാണ്, ഏറ്റവും ബെസ്റ്റാണ്, ഏറ്റവും ഗ്രേറ്റാണ്. ഇത് എപ്പോഴും നമ്മളെ ഹൃദയത്തിൽ അള്ളാഹിനെ പറ്റി എപ്പോൾ നല്ല വിചാരം ഉണ്ടാവണം. ഒരിക്കലും നമ്മൾക്കാണെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്ത് വരുമോ അത് നമ്മളിൽ നിന്നാണ് അത് വന്നത്. അള്ളാഹു ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ ഒരു പ്രയാസപ്പെടുത്താനോ അള്ളാഹു ഒരിക്കലും ആഗ്രഹിക്കില്ല. അള്ളാഹു എപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തരാനുള്ള ഇതാണ്. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ അങ്ങനെ. നമുക്ക് നമ്മളെ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്കിത് പിന്നെന്താന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്കത് ഹക്കീമായ റബ്ബിന് മുമ്പിൽ ചിലപ്പോൾ നമുക്കത് നന്മ ആയിരിക്കും വെച്ചിട്ടുണ്ടാകും. നമുക്കൊന്നും അറിയില്ല. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. സിമ്പിൾ സംഭവമാണ്. എന്താവശ്യമുണ്ടോ നമ്മൾ റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു കേൾക്കാനും തരാനും തയ്യാറാണ്. എങ്ങാനും ഒരുപാട് ചില ആൾക്കാർ പറയും നമുക്ക് കുറേ ആയി ചോദിക്കാൻ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, അള്ളാഹു ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ആപത്ത് അത് അള്ളാഹു നമ്മളെ ദുആ കൊണ്ട് മാറ്റിയിട്ടുണ്ടാവും. അതെല്ലാം നമുക്ക് ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു ചിലപ്പോൾ നാളെ പിറ്റേന്ന് റബ്ബിൻ്റെ കോടതി പോകുമ്പം അവിടെ നിന്ന് തരാനായിരിക്കും. അത് നമുക്ക് ഒരു ദുആയും അതും പിന്നെ സിൻസിയറിറ്റിയോടും കൂടിയിട്ടുള്ള ദുആ പാഴായി പോകില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നായിരിക്കണം പ്രാർത്ഥന ഉണ്ടാവേണ്ടത്. വായോട് മാത്രമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണുനീരോടും കൂടിയിട്ടുള്ള പ്രാർത്ഥന. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടവും. അതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുകയും ചെയ്യുക. ഇതാണ് നമ്മൾ ചെറിയ കാര്യം. പിന്നെ അടുത്ത് വരുന്നത് സുമ്മ ബഅസ്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈൻ. ഇവിടെ ഇതിൻ്റെ ബാക്കി പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 കൂട്ടർ വരുന്നുണ്ട്. ആ 2 കൂട്ടർ ആരാന്നുള്ളതിനെ പറ്റിയിട്ടൊരു കൃത്യമായ ഇതില്ല. ചില ഇതിൽ പിന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നതിനാൽ അതൊന്നെങ്കിലും ഇവർ തമ്മിൽ തന്നെ, ഈ യുവാക്കൾ തമ്മിൽ തന്നെ 2 കൂട്ടറായിട്ട് അവരെത്ര കാലം അവിടെ നിന്നുള്ള ഒരു പിന്നെ തർക്കം നടക്കുന്നതായിരിക്കാം. പിന്നെ അതെല്ലാം ചിലപ്പം ഇവരും വിശ്വാസികളും വിശ്വാസമില്ലാത്ത പിന്നെ മുശ്രിക്കീങ്ങളും ആയ ആൾക്കാർ തമ്മിൽ ഉള്ള പിന്നെ ഡിബേറ്റ് ആവാം. അള്ളാഹു അല വ അലം.
കറക്റ്റായിട്ട് ഈ ഹിസ്ബൈൻ ഉദ്ദേശിക്കുന്ന ഇത് കൃത്യമായിട്ട് അറിയില്ല. കറക്റ്റായിട്ട് ഇന്ന ആളാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഇവർ എണീറ്റതിന് ശേഷം ഇവർ തമ്മിൽ എന്തായാലും സംസാരം ഉണ്ടായി. ഇനി എത്ര കാലമാണ് ഇവർ നിന്നതെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇനി മുന്നോട്ട് വരുന്ന ഇതിൽ കൃത്യമായിട്ട് വരും. ഇനിയും ഇത് ശരിക്കും ചെറിയ രീതിയിലാണ് നമുക്കിവിടെ അള്ളാഹു ഇവിടെ ഈ 3 ആയത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി ഡീപ്പറായിട്ട് അള്ളാഹു ഈ സെയിം കഥ തന്നെ ഒന്നും കൂടി ഡീപ്പായിട്ട് മുന്നോട്ട് അള്ളാഹു ഇനിയും വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ അടുത്ത് കൂടുതൽ ഡീപ്പായി പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തജ്വീദ് നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വിവരിക്കാം. ഇവിടെ തുടങ്ങുന്നത് ഫ ദറബ്ന. ഫ ലൈറ്റാണ്, ദ ഹെവി. ഫ ദറബ്ന റ ഹെവി. ദോതൊക്കെ പറയുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും, നല്ല ഹെവിയായി പറയണം. ഫ ലറബ്ന അല്ല, ഫ ദ സൗണ്ട് ഉയർന്നു തന്നെ വരണം. അതുകൊണ്ട് ഫ ഉയർന്നു പോകരുത്, ഫ ലൈറ്റായിട്ട് തന്നെ വരണം. ഫ ദറബ്ന ബാൻ്റെ മുകളിൽ സുക്കൂന് വന്നുകൊണ്ട് ഖൽഖല അബ് എന്നുള്ള സൗണ്ട് വരണം. فضربنا على آذانهم ഇവിടെ അല ഐൻ തൊണ്ടയെന്ന് പറയാം. പിന്നെ വരുന്നത് മദ്ദാൻ, മദ് മുൻഫസിൽ. 4 മുതൽ 5 ഹറക്ക വരെ നീട്ടി ഓതാം. പിന്നെ മദ് അറിയാം നിങ്ങൾക്ക്, മദ് അക്ഷരവും ഒരു പദത്തിലും മറ്റേത് ഹംസ മറ്റേ പദത്തിലായതുകൊണ്ട് ഇവിടെ നമുക്ക് ഓപ്ഷനിലാണ്, നീട്ടാതിരിക്കുകയും ചെയ്യാം. പിന്നെ ആദാനിഹിം മദ് ബദൽ, ഹംസ ആദ്യം വന്ന് പിന്നെ വീണ്ടും അലിഫ് വന്നു, അതുകൊണ്ടാണ് ആദാനിഹിം 2 ഹർക്ക കൊടുത്ത് നീട്ടാം. ആദാനിഹിം ഒക്കെ പറയുമ്പോൾ കൃത്യമായി തൊണ്ടിന്ന് പറയാം. ആദാനിഹിം ഫിൽ കഹ്ഫി. അവിടെ ഇടയിൽ മണിക്കൊന്നും ചെയ്യേണ്ട, സാധാരണ പറയുക ഇഖ്ഫ അല്ല ഇദ്ഹാറാണ്, വെളിവാക്കിയിട്ട് തന്നെ പറയാം. ഇദ്ഹാർ ഷഫവി, അവിടെ കൃത്യമായി വെളിവാക്കി പറയാം. ഫിൽ കഹ്ഫി സുക്കൂൻ, ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്, ഒന്നും ഹെവി ആക്കണ്ട. അവിടെ ഹാന് കാറ്റോടും കൂടിയ കഹ് ആ സൗണ്ട് വരാം. വായിന്ന് തന്നെ പിന്നെ തൊണ്ടിന്ന് തന്നെ എടുക്കുക, വായിന്നായിരിക്കരുത്. ഫിൽ കഹ്ഫി സിനീന അദദ ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്, ഐൻ കൃത്യമായി തൊണ്ടിന്ന് എടുക്കുക. സിനീന സിനീന അദദ ഫത്ഹ ഒക്കെ വരുമ്പോൾ കറക്റ്റ് ടൈമിങ് ഒരേപോലെ ആയിരിക്കണം. അദദ ഒക്കെ ടൈം ഒരേപോലെ നീട്ടി 2 അക്ഷര ടൈം കൊടുത്ത് മദ്ദായി പൊച്ച് ചെയ്ത് നീട്ടി നിർത്തുക. അദദ. അടുത്തത് സുമ്മ, മീമിൻ്റെ മുകളിൽ ശബ്ദ വന്നുകൊണ്ട് നന്നായി മണിക്കുക. സ പറയുമ്പോൾ കാറ്റോടും കൂടി പറയാം, സ അല്ല, സുമ്മല്ല സ, സു. സുമ്മ ബഅസ്നാഹും, ഐൻ തൊണ്ടി തന്നെ പറയുക. പിന്നെ സാനി സുക്കൂൻ വരുമ്പോൾ കാറ്റോടും കൂടി ബഅസ് അസ് ഉണ്ടാ. ബഅസ്നാഹും ഹ ചുണ്ട് നന്നായി കൂർക്കുക, ഹും. ഇപ്പോൾ കൂർത്ത് കൃത്യമായി തിരിച്ച് വരാം. ബഅസ്നാഹും ലിനഅലമ, ഒന്നും മണിക്കാനില്ല, സാധാരണ തന്നെ പറയാം. ലിനഅലമ ഐനിൽ സുക്കൂരുമ്പോൾ നല്ല ഒഴുക്കി പറയാം. ലിനഅലമ അല്ല, ലിനഅലമ. അയ്യുൽ ഹിസ്ബൈനി, അയ്യു യാൻ്റെ മുകളിൽ എന്തുള്ള ഷദ്ദുണ്ട്, അയ്യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമർത്തരുത്. അയ്യു യാ ഡബിൾ. ഓക്കെ, അയ്യുൽ ഹിസ്ബൈനി സാൻ്റെ മുകളിൽ പിന്നെ എന്താന്ന് സുക്കൂൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ് എന്നുള്ള സൗണ്ട് കൃത്യമായി കേൾക്കണം. ഹിസ് ഉണ്ടാ, ഹിസ്ബൈനി ഹ തൊണ്ടിൽ തന്നെ ഉച്ചരിക്കുക. ഹിസ്ബൈനി യാൻ്റെ സുക്കൂന് ടൈം കൊടുക്കുക. ഹിസ്ബൈനി എന്നാക്കരുത്, ഹിസ്ബൈനി. അഹ്സ ഹ സുക്കൂൻ സൗണ്ട് കൊടുക്കുക. ഓരോ സൗണ്ടും തൊണ്ടിൽ തന്നെ വരണം. ആ സൗണ്ട് നമ്മൾ ആ കാറ്റിൻ്റെ സൗണ്ട് കൃത്യമായി വരാം. അഹ് ഉണ്ടാ, അഹ്സ ഹ ഹംസ ഒക്കെ ലൈറ്റായിട്ട് അക്ഷരം പറയാം. സോ ഹെവി, അഹ്സ സോ. ലിമ ലബിസു അമദ, ഇവിടെ എന്താ ഉള്ളത്, മദ്ദുണ്ട്. നേരത്തെ വന്ന അതേ മദ് തന്നെയാണ്, മദ് മുൻഫസിൽ. അപ്പോൾ 4 മുതൽ 5 ഹർക്ക വരെ നീട്ടി നിർത്തുക. സ പറയുമ്പോൾ ലബിസു, ലബിസോ അല്ല, ലബിസു ചുണ്ട് നന്നായി റൗണ്ടാകുക. അമദ ഒക്കെ ഫത്ഹ അമദ ഹംസ ലൈറ്റ് 2 ഹർക്ക നീട്ടി നിർത്തുക.
ഒന്നുകൂടി നമുക്കിത് ഓതാം. فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. okay? سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.